ഹായ് ഗൈസ്, മഴ തോരും മുമ്പേ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്റ്റാൻലി ജോസഫിനെ പറ്റി ബാലചന്ദ്രൻ അലീനയോട് എല്ലാം തുറന്നു പറയുന്നുണ്ട്. ഇതെല്ലാം ഞെട്ടലോടെ കേട്ടു നിൽക്കുന്ന അലീനയോട് ബാലചന്ദ്രൻ, സ്റ്റാൻലി ജോസഫ് ആരാണെന്ന് നിനക്കിപ്പോൾ മനസ്സിലായല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് അലീന, എൻ്റെ പപ്പയാ എന്ന് പറയുന്നു. അവിടെ ചെല്ലുമ്പോൾ എല്ലാം പെട്ടെന്ന് കേൾക്കുമ്പോൾ അമ്പരന്ന് പോവണ്ട എന്ന് കരുതിയാണ് ഞാൻ മോളോട് നേരത്തെ ഇതൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ, എന്നാലും അച്ഛന് ഇത് എന്നോട് നേരത്തെ പറയാമായിരുന്നു, ഒരു സൂചന പോലും തന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ, നിനക്ക് അവിടെ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഇറങ്ങിയേ മതിയാവൂ എന്ന സാഹചര്യം വന്നപ്പോൾ നിന്റെ സ്വന്തം പപ്പയെ തേടി കണ്ടുപിടിച്ച് സുരക്ഷിതമായി ഏൽപ്പിക്കാമെന്ന് തീരുമാനിച്ച എന്നോട് നന്ദിയല്ലേ മോളെ നീ പറയേണ്ടത്? അത്രയല്ലേ ഈ അച്ഛന് ചെയ്യാൻ പറ്റൂ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ, സോറി അച്ഛാ എന്ന് പറയുന്നുണ്ട് അലീന. പിന്നീട് അവർ യാത്ര ചെയ്ത് സ്റ്റാൻലി ജോസഫിന്റെ വീട്ടിലെത്തുന്നു. ഇതാണ് സ്റ്റാൻലി ജോസഫിന്റെ വീട് എന്ന് പറഞ്ഞ് അലീനയുടെ കൈ പിടിച്ച് ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അലീനയെ കണ്ടതും അവിടെയുള്ള നായ്ക്കൾ പരിചയഭാവത്തിൽ അലീനയ്ക്ക് ചുറ്റും വന്ന് കൂടുന്നു. ഇത് കണ്ട് പൗലോസ് അതിശയത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. ബാലചന്ദ്രനും അലീനയും കയറി ചെല്ലുമ്പോൾ സ്റ്റാൻലി ജോസഫ് അവിടെ ഉണ്ടായിരുന്നു. അലീന പേടിച്ചു നിൽക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. ഇവിടെയാണെങ്കിൽ നെടുമ്പുരയ്ക്കൽ മനു വൈജയന്തിയെ വീട്ടിലെത്തിക്കുന്നു. മനു വൈജയന്തിയോട് പറയുന്നുണ്ട്, ഏതായാലും പോയതൊക്കെ തിരിച്ചു കിട്ടിയല്ലോ, ബാക്കിയുള്ളവരുടെ സന്തോഷവും സമാധാനവും കളഞ്ഞിട്ടാണെങ്കിലും എന്ന് പറയുമ്പോൾ വൈജയുടെ മുഖത്ത് ആ പഴയ അഹങ്കാരത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ല. വീട്ടിൽ കയറിയതും പുതിയ ഓർഡർ തുടങ്ങി. ബബിതയെ വിളിച്ച്, അലീനയുടെ ഒരു സാധനങ്ങളോ അവൾ ഉപയോഗിച്ച സാധനങ്ങളോ ഒന്നും തന്നെ ഇവിടെ കാണാൻ പാടില്ല എന്ന് പറയുന്നു. രോഹിത് ചാരുപടിയിലിരുന്ന് അലീനയെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നുണ്ട്. അത് കണ്ട് വൈജയ്ക്ക് ദേഷ്യം വരുന്നു. നേരെ മനുവിനോട് ചെന്നിട്ട്, നിനക്കാണ് ഏറ്റവും കൂടുതൽ വിഷമമെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ മനു പറയുന്നത്, ആൻറ്റിയെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ടാണ് അലീന പോയത് എന്ന്. അത് കേൾക്കുമ്പോൾ ഞെട്ടി നിൽക്കുന്ന വൈജയെ കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ അടിപൊളി പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.